നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഹോൺ അടിക്കുന്നുണ്ടായിരിക്കും, നമുക്ക് ട്രെയിൻ കൺട്രോൾ ചെയ്ത് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയില്ല. ചിലപ്പോൾ അറിയാതെ ട്രാക്ക് കൂടെ നടന്നു പോകുന്ന മനുഷ്യനായിരിക്കും. അവസാന നിമിഷം വരെ നമ്മളെ സിഗ്നൽ കടന്നു പോകുന്നവരെ വിജിലൻ്റായിരിക്കും. ഒരു നിമിഷത്തെ ഒരു തെറ്റോ കൈപ്പിഴകളോ ഒരു വൻ ദുരന്തത്തിലേക്ക് നയിക്കാവുന്ന. പക്ഷേ ഈ കൊച്ചു മരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ കൊച്ചിന് മരിച്ചു മാറ്റാൻ കഴിയുന്നതിന് മുമ്പ് ട്രെയിൻ വന്ന് ഇടിച്ചു. ആ കൊച്ചു അയാളും കൂടെ മരിക്കുകയാണ്. ഒരേ ഒരു കുട്ടിയാണ് എന്നോട് ഒരിക്കൽ ഒന്ന് താങ്ക്സ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ മറക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണെന്ന്. മാന്യന്മാരായിട്ടുള്ള പാസഞ്ചേഴ്സാണെങ്കിൽ വലിയ കുഴപ്പമില്ല പറയും. മറ്റു പലരും പല കമൻറ്റുകളും ഞങ്ങൾക്കെതിരെ പറഞ്ഞിട്ട് പോകാനും ഞങ്ങൾ കേട്ട് പോകുന്ന അടിക്കാറില്ല. ലോക്കോ പൈലറ്റുമാരെ കുറിച്ച് ആരും അവരെ കാണുമ്പോഴോ ഒരു എഞ്ചിൻ കാണുമ്പോഴോ ട്രെയിൻ കാണുമ്പോഴോ മുന്നിൽ നിന്ന് കാണുമ്പോൾ മാത്രമായിരിക്കാം ഒരു ലോക്കോ പൈലറ്റിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നത്. ഓരോ ലോക്കോ പൈലറ്റുമാർക്കും ഫാൻസ് അസോസിയേഷൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹോൺ അടിച്ചിട്ടും അറിയാതെ വന്ന് വിടുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവരെ കുറിച്ച് അങ്ങനെയുള്ളവരുടെ മരണം നമ്മളെ വളരെ വേദനിപ്പിക്കും. അത് കയറ്റമാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് നിൽക്കും, ഇറക്കമാണെങ്കിൽ 500 നിൽക്കില്ല 700 മീറ്റർ ചെന്നിട്ട് നിൽക്കും. പിറ്റേ ദിവസം പേപ്പർ വായിക്കുമ്പോഴാണ് അയാൾ ചെവി കേൾക്കാത്തൊരു മനുഷ്യനെ പറയുന്നത്. ആത്മഹത്യ ചെയ്യുന്നതിൻ്റെയൊക്കെ 10-1 ധൈര്യം മതി നമുക്ക് ജീവിക്കാനായിട്ട്. പലപ്പോഴും നമുക്ക് നിസ്സഹായനായിട്ട് നോക്കിയേക്കാൻ കഴിയുള്ളൂ.